എത്ര വലിയ വൻമരമാണെങ്കിലും ഒരു നാൾ കടപുഴകി വീഴും. ഈ സത്യം ഇപ്പോൾ അണിഞ്ഞാൽ ഏറ്റവും അധികം ചേരുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. പാർട്ടി യോഗങ്ങളിൽ പിണറായി വിജയനെ CPM സഖാക്കന്മാർ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അനങ്ങാൻ സാധിക്കാത്ത നിലയിലാണ് പിണറായി വിജയൻ. പ്രത്യേകിച്ച് CPM ഉരുക്കു കോട്ടയായ കണ്ണൂരിൽ പിണറായി വിജയൻ എന്ന നേതാവിന്റെ അപ്രമാദിത്യത്തിന് കൂടിയാണ് എന്നേക്കുമായി അവസാനമാകുന്നത്. കെ രാഗേഷ് കണ്ണൂരിലെ CPM-നെ നയിക്കുമ്പോൾ ചരട് പിണറായി വിജയന്റെ കയ്യിലായിരുന്നു. എന്നാൽ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ രാഗേഷ് സമ്പൂർണ്ണ പരാജയമാണെന്ന വാദം അംഗീകരിക്കുന്നുണ്ട് CPM നേതാക്കന്മാർ. ഈ അവസരം മുതലാക്കി ജയരാജന്മാർ ഒന്നിച്ചിരിക്കുകയാണ്. ശൈലജയും PK ശ്രീമതിയും ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ചതോടെ പിണറായിസം കണ്ണൂരിന്റെ മണ്ണിൽ എന്നേക്കുമായി അവസാനിക്കുകയാണ്. കോട്ടയത്തെ DYFI സമ്മേളനത്തിൽ ഉയർന്ന പടയൊരുക്കത്തിന് പിന്നാലെ CPM-ന്റെ ചുവപ്പൻ കോട്ടയായ കണ്ണൂരിലും അഭൂതപൂർവമായ രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് തീകൊളുത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ കണ്ണൂർ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ജില്ലാ സെക്രട്ടറി നേരിട്ടിട്ടില്ലാത്ത വിധം കെ രാഗേഷ് പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായി ഒറ്റപ്പെടുന്ന കാഴ്ചയ്ക്കാണ് മലബാർ രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടറി എന്ന് വെച്ചാൽ സംസ്ഥാനത്തെ ഏറ്റവും പവർഫുൾ ജില്ലാ സെക്രട്ടറിയാണ്. മുൻകാലങ്ങളിൽ അതിശക്തരായ നേതാക്കൾ അടക്കി ഭരിച്ചിരുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവിയുടെ പ്രതാപം പിണറായിസം തകർത്തുവെച്ചെന്ന അണികളുടെ വിമർശനം ശരിവെക്കും വിധമാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുൻ ചുമതലക്കാരൻ കൂടിയായ കെ രാഗേഷിനെ മുൻനിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പടച്ചുവിട്ട വിവാദങ്ങളാണ് ഇപ്പോൾ അവർക്ക് തന്നെ തിരിഞ്ഞുകൊത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനെ വെട്ടിലാക്കാൻ വിഴിഞ്ഞം ഓഹരി വിൽപ്പനയും VD സതീശന്റെ മംഗലാപുരം സന്ദർശനവും ആയുധമാക്കി പിണറായിയും ഗോവിന്ദനും രാഗേഷും ചേർന്ന് കെട്ടിയുയർത്തിയ ആരോപണങ്ങൾ കണ്ണൂരിലെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. കണ്ണൂർ CPM-ലെ പ്രബലരായ 3 ജയരാജന്മാരും, അതായത് P ജയരാജൻ, EP ജയരാജൻ, MV ജയരാജൻ എന്നിവർക്കൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ, PK ശ്രീമതി എന്നിവരും ഒരുമിച്ച് രാഗേഷിനെതിരെ പട നയിക്കുന്നുണ്ട്. അദാനിയുടെ വിശദീകരണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയ EP ജയരാജൻ വിവാദം അനാവശ്യമാണെന്നും താൻ പിണറായിയുടെ ലൈനിനൊപ്പമല്ലെന്നും പരസ്യമായി പറഞ്ഞു. വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്നും ദിവ്യ S അയ്യരെ മാറ്റിയത് അദാനിയെ സഹായിക്കാനാണെന്ന രാഗേഷിന്റെ ആരോപണത്തെ KK ശൈലജയും PK ശ്രീമതിയും ഒരുമിച്ചാണ് തള്ളിയത്. ആവിലുമില്ല ദുനിയാവിലുമില്ല എന്ന രീതിയിൽ സംസാരിക്കരുത്, പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. ഇതായിരുന്നു PK ശ്രീമതിയുടെ പ്രതികരണം. മുതിർന്ന നേതാക്കളെ പലരെയും മറികടന്ന് പിണറായി വിജയന്റെ താൽപര്യപ്രകാരം മാത്രം ജില്ലാ സെക്രട്ടറി പദവിയിലെത്തിയ രാഗേഷിന് ഇനിയുള്ള നാളുകൾ അഗ്നിപരീക്ഷയുടേതാകും. വരാനിരിക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ രാഗേഷിന് സ്ഥാനമൊഴിയേണ്ടി വരുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കണ്ണൂരിലെ പാർട്ടി അണികൾക്കിടയിൽ രാഗേഷിനെതിരെ കടുത്ത അമർഷമാണ് പുകയുന്നത്. MV ഗോവിന്ദനേക്കാൾ കൂടുതൽ വിമർശനം നേരിടുന്നത് രാഗേഷാണ്. CPM-ന്റെ അജയ്യ കോട്ടകളായ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും LDF തോൽവിക്ക് പ്രധാന കാരണം രാഗേഷിന്റെ തന്നിഷ്ടപ്രകാരമുള്ള പ്രവർത്തന ശൈലിയാണെന്ന് സഖാക്കൾ വിലയിരുത്തുന്നുണ്ട്. തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം പ്രാദേശിക വികാരങ്ങളെ അവഗണിച്ച് മുന്നോട്ട് വെച്ചത് കെ രാഗേഷിനെയായിരുന്നു. പിണറായിയുടെ മൗന സമ്മതത്തോടെ ഗോവിന്ദൻ അത് നടപ്പിലാക്കുക കൂടിയായപ്പോൾ പാർട്ടി കോട്ടകളിൽ ചരിത്രത്തിലില്ലാത്ത തോൽവിയുണ്ടായി. പയ്യന്നൂരിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വഷളാക്കിയതും രാഗേഷിന്റെ ഇടപെടലുകളാണെന്ന് അണികൾ പരസ്യമായി പറയുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ കെ രാഗേഷിനെതിരെയാണ് മുതിർന്ന നേതാക്കളുടെ നീക്കമെങ്കിലും യഥാർത്ഥ ലക്ഷ്യം പിണറായി വിജയനും MV ഗോവിന്ദനുമാണ്. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം തകർത്ത് സ്വന്തം ഇഷ്ടക്കാരെ മാത്രം താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന പിണറായിസത്തിന്റെ രീതിക്കെതിരെ ഉയർന്നു വന്ന സംഘടിത നീക്കമാണിത്. P ജയരാജന്റെ പുതിയ പുസ്തകത്തെ മുൻനിർത്തി താഴെത്തട്ടിൽ നടക്കുന്ന ചർച്ചകളും ഇതിന്റെ ഭാഗമാണ്. കേരളത്തിലെ തോൽവിയെയും തിരുത്തലുകളെയും കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര കമ്മിറ്റി യോഗവും തൊട്ടു പിന്നാലെ സംസ്ഥാന കമ്മിറ്റിയും ചേരാനിരിക്കെ കണ്ണൂർ ഘടകത്തിലുണ്ടായ ഈ അസാധാരണ ഭിന്നത പിണറായി വിജയന്റെ പാർട്ടിക്ക് മേലുള്ള കടുത്ത നിയന്ത്രണങ്ങൾ അയയുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്.